നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിൽ വീണ്ടും സ്പെയിൻ. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് സ്പാനിഷ് പട രണ്ടാം ലോക കിരീടം സ്വന്തമാക്കിയത്. ടോറസിന്റെ കരുത്തിൽ സ്പാനിഷ് വിജയം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾരഹിതമായി പിരിഞ്ഞതോടെ മത്സരം അധിക സമയത്തേക്ക് എക്സ്ട്രാ ടൈം നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഫെറാൻ ടോറസ് തൊടുത്ത തകർപ്പൻ ഷോട്ട് അർജന്റീനയുടെ വലയിൽ പതിച്ചതോടെ സ്പെയിൻ വിജയമുറപ്പിച്ചു. അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് മികച്ച ചില സേവുകളിലൂടെ സ്പെയിനിന്റെ നീക്കങ്ങളെ തടയാൻ ശ്രമിച്ചെങ്കിലും ടോറസിന്റെ ഗോളിനു മുന്നിൽ അത് മതിയാകുമായിരുന്നില്ല. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ അർജന്റീനയുടെ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസ് ചുവപ്പുകാർഡ് കണ്ട് പുറത്തായത് ടീമിന് കനത്ത തിരിച്ചടിയായി. 10 പേരുമായാണ് ലയണൽ മെസ്സിയും സംഘവും കളി അവസാനിപ്പിച്ചത്. ബ്രസീലിന്റെ റെക്കോർഡ് തകരാതെ തുടരുന്നു. 2022 ഖത്തർ ലോകകപ്പിലെ കിരീടം നിലനിർത്താൻ ലക്ഷ്യമിട്ടെത്തിയ അർജന്റീനയ്ക്ക് ഫൈനലിലെ തോൽവി വലിയൊരു റെക്കോർഡ് നഷ്ടപ്പെടുത്തി. ഒരു ലോകകപ്പ് എഡിഷനിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്ന ബ്രസീലിന്റെ അപൂർവ നേട്ടത്തിനൊപ്പമെത്താനുള്ള അവസരമാണ് അർജന്റീനയ്ക്ക് നഷ്ടമായത്. 2002-ൽ 7 മത്സരങ്ങളിൽ കളത്തിലിറങ്ങി 7ലും വിജയിച്ച് കിരീടം ചൂടിയ ബ്രസീലിന്റെ റെക്കോർഡ് ഇപ്പോഴും തകരാതെ നിലനിൽക്കുന്നു.